ഹലോ, ഈ ക്ലിപ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്റ്റോറിൽ ഐറ്റം രജിസ്റ്ററാണ്. സ്റ്റോർ ഐറ്റം രജിസ്റ്റർ, സ്റ്റോർ എന്ന് പറഞ്ഞ മെനുവിൽ ഐറ്റം രജിസ്റ്റർ. അതായത് ഈ ഐറ്റം രജിസ്റ്ററിലാണ് നമ്മൾ സ്റ്റോറിലെ ഓരോ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതായത് ഐറ്റം നെയിം, ഐറ്റം കോഡ്, ബാർ കോഡ്, ഐറ്റം കാറ്റഗറി, ഈ ഐറ്റത്തിന് ടാക്സ് അപ്ലിക്കബിൾ ആണോ അല്ലേ, പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്നത്, ഇനി ഓരോ സ്റ്റോറിലെ ഓരോ ഐറ്റത്തിൻ്റെയും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഐറ്റം പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പേരുകൾ എഡിറ്റ് ചെയ്യേണ്ടത്, കോഡ്, ഐറ്റം ഡീറ്റെയിൽസ് മൊത്തം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, ഇതെല്ലാം ഇതിലാണ്. അതുപോലെ പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പർച്ചേസിൻ്റെ കോളത്തിലും പിന്നെ ഒക്കെ ഷോർട്ട് കട്ടുകളുണ്ട്. ആ ഷോർട്ട് കട്ടൊക്കെ വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു സ്റ്റോർ ഫസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സെയിൽ, പർച്ചേസ് അല്ലെങ്കിൽ ഇനി സർവീസിന് ആവശ്യമുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റോറിലേക്ക് നമ്മുടെ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യേണ്ടതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഐറ്റം രജിസ്റ്ററാണ്. ഏത് ഇൻവെൻറ്ററി സോഫ്റ്റ്വെയറിലും ഉള്ള സംവിധാനം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സർവീസിലും സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഐറ്റം രജിസ്റ്റർ. അപ്പോൾ ഇതിൽ ഒരു ന്യൂ ഐറ്റം എടുത്താൽ ഇതിൽ ബാർകോഡ്, ഐറ്റം കോഡ്, ബാർകോഡ്, ഇത് രണ്ടും ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. 1 2 3 അങ്ങനെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഐറ്റം കോഡ് നമുക്ക് ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള എന്ത് പേരും കൊടുക്കാം. യുണീക്കാണ്. ഒരു ഐറ്റത്തിന് ഒരു കോഡ് കൊടുത്താൽ പിന്നെ ആ ഐറ്റം കോഡ് വേറെ ഒന്നിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബാർകോഡും നമുക്കിഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഓൾറെഡി കമ്പനി പാക്ക് ചെയ്ത് വരുമ്പോൾ അതിന്മേൽ ആ ബാർകോഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു ബാർകോഡ് സെറ്റ് ചെയ്യാം. ഐറ്റം കോഡിൻ്റെ അതേ സെയിം ഐറ്റം കോഡ് തന്നെ ബാർകോഡ് ഐറ്റം സെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഐറ്റം കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐറ്റം കാറ്റഗറിൻ്റെ ലിസ്റ്റിൽ അത് രജിസ്റ്ററായി സേവായി. പിന്നെ അടുത്ത പ്രാവശ്യം അതേ കാറ്റഗറിയിൽ മറ്റൊരു ഐറ്റം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ കാറ്റഗറി സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ലിസ്റ്റിലില്ലാത്തൊരു ഐറ്റം ആണെങ്കിൽ ഇതൊരു ഐറ്റമായിട്ട് ആണെങ്കിൽ ആഡ് ന്യൂ കാറ്റഗറി ടോക്കൺ ഇവിടെ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് അവിടെ ഐറ്റം കാറ്റഗറിൻ്റെ ലിസ്റ്റിൽ ആ കീവേഡ് അല്ലെങ്കിൽ ആ കാറ്റഗറി സേവായി. ഇനി അടുത്ത പ്രാവശ്യം ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിൻ്റെ അണ്ടറിൽ നമുക്ക് മറ്റു ഐറ്റങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഐറ്റം നെയിം, ഇതാണ് യുണീക്ക്. ഇതും യുണീക്കാണ്. ഈ ഒരു കാറ്റഗറിൻ്റെ അണ്ടറിൽ ആ ഒരു പേരിൽ പിന്നെ ആ ഒരു ഐറ്റമാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ LCD, iPhone X LCD, ഇതാണ് ഐറ്റം നെയിം. പിന്നെ സ്റ്റോർ ഐറ്റം ബ്രാൻഡ്, എന്തെങ്കിലും പ്രത്യേക ബ്രാൻഡിൻ്റെ മീൻസ് ഈ ആ പ്രൊഡക്റ്റിന് പ്രത്യേക ബ്രാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേക കമ്പനീൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല. ഇതിൽ മാൻഡേറ്ററി നിർബന്ധമായിട്ട് വേണ്ടത് ഐറ്റം കോഡും ഐറ്റം കാറ്റഗറിയും ഐറ്റം നെയിമുമാണ്. ഇതാണ് നിർബന്ധമായിട്ട് ഒരു ഐറ്റം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ടത്. പിന്നെ യൂണിറ്റ് പർച്ചേസ് കോസ്റ്റ്, പർച്ചേസ് സെല്ലിംഗ് പ്രൈസ്, ഇതൊന്നും ഒരു ഐറ്റം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യണം നിർബന്ധമില്ല. കാരണം അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പർച്ചേസ് കോസ്റ്റും സെല്ലിംഗ് കോസ്റ്റും സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഈ രജിസ്റ്ററിലേക്ക് ആഡ് ആവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് പർച്ചേസ് കോസ്റ്റും സെല്ലിംഗ് പ്രൈസൊക്കെ നമുക്ക് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യേണ്ട കേസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റം രജിസ്റ്ററിൽ വന്നിട്ട് ഈ ഐറ്റം സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ ഐറ്റം പർച്ചേസ് കോസ്റ്റും സെല്ലിംഗ് പ്രൈസും ഓപ്പണിംഗ് സ്റ്റോക്ക് ഇടുന്ന സമയത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ബിൻ ആൻഡ് റാക്ക്, നമ്മൾ ഏത് റാക്കിലാണ്, ഏത് ഷെൽഫിലാണ് നമ്മൾ ഈ സാധനം വെക്കുന്ന ആ ഷെൽഫിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. നമുക്ക് പിന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഐറ്റത്തിൻ്റെ ഇമേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ യൂണിറ്റ്, പീസ്, ബോക്സ്, പാക്കറ്റ്, കിലോഗ്രാം, മീറ്റർ, ഇങ്ങനെ യൂണിറ്റ് കൊടുക്കാം. ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്
സെറ്റിങ്സിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ മെനുവിൽ ഇവിടെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ യൂണിറ്റിൽ പോയിട്ട് നമുക്ക് യൂണിറ്റുകൾ സെറ്റ് ചെയ്യാം. പീസുകളാണെങ്കിൽ പീസസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ ബേസ് ക്വാണ്ടിറ്റി 1 ആയിരിക്കും. നമുക്ക് സെറ്റ് ചെയ്യാം, ഒക്കെ അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സാധനം നമ്മൾ ഈ ഐറ്റം നമ്മൾ ഏത് യൂണിറ്റിലാണ്, ചിലത് മീറ്ററിൽ സെറ്റ് ചെയ്യുന്ന ഉണ്ടാവും, ചിലത് കിലോഗ്രാമിലുണ്ടാവും, ചിലത് പാക്കറ്റ് ഉണ്ടാവും, ചിലത് ഡസൻ ഉണ്ടാവും, ചിലത് പീസ്. ഇപ്പോൾ റിപ്പയറിങ് ഫീൽഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് സ്പെയർ പാർട്സൊക്കെ പീസ് ബേസിലായിരിക്കും യൂണിറ്റുകൾ ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മളെ കയ്യിലുള്ള പർച്ചേസ് ചെയ്യാത്ത മുമ്പ് പർച്ചേസ് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്ന ഡേറ്റ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആഡ് അതർ ഇൻഫോ അല്ലെ സ്പെഷ്യൽ സീരിയൽ, ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഉള്ള ആവശ്യമുള്ളതാണ്. സ്പെഷ്യൽ സീരിയൽ നമ്പറോ IME നമ്പറോ ഹാൻഡ്സെറ്റൊക്കെയാണ് സെയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ IME നമ്പർ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ലേബിൾ കൊടുക്കാം. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് IME നമ്പർ, നമ്മൾ വിൽക്കുന്ന ഐറ്റത്തിൻ്റെ IME നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള കോളം വരും. അല്ലെങ്കിൽ വിൽക്കുന്ന ഐറ്റത്തിൻ്റെ സീരിയൽ നമ്പർ ആണെങ്കിൽ സീരിയൽ നമ്പർ ആണെങ്കിൽ എന്താണോ നമ്മൾ ലേബിൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്, ഈ ഐറ്റവുമായി ബന്ധപ്പെട്ട് ഐഫോൺ LCDൻ്റെ ഈ ഒരു ഐറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണോ ഈ അതർ ഇൻഫോയിൽ ലേബിൾ കൊടുക്കുന്നത് അത് സെയിൽ ചെയ്യുന്ന സമയത്തേക്കുള്ളതാണ്. സെല്ലിങ്ങിൻ്റെ സമയത്ത് ആവശ്യമുള്ളതാണ്. നമുക്കവിടെ ആ ഐറ്റത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള വിൻഡോ വരും. ഇനി ഐറ്റത്തിന് ഡിസേബിൾ ചെയ്ത് വെക്കണം എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കുറേ കാലത്തിന് ശേഷം ഈ ഒരു ഐറ്റം ഇനി ഇല്ല, ഈ ഐറ്റം ഔട്ടായിപ്പോയി അല്ലെങ്കിൽ വീണ്ടും അത് നമ്മൾ ലിസ്റ്റിലൊന്നും വരാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഔട്ടായി പോയ മോഡൽ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ മോഡൽസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മോഡൽസ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു 1-2 പർച്ചേസോ സെയിലൊക്കെ നടത്തി പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ നമുക്ക് ലിസ്റ്റിലിങ്ങനെ സെർച്ച് ചെയ്യുന്നിടത്തും ഒക്കെ ലിസ്റ്റിലിങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഈ ഐറ്റത്തിന് തന്നെ മൊത്തം ഡിസേബിൾ ചെയ്യാം. ചില സമയത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഐറ്റത്തിന്, കാരണം വെച്ചാൽ ആ ഐറ്റം പല സ്ഥലങ്ങളിലും യൂസ് ചെയ്തിട്ടുണ്ടാവും, സെയിൽ ചെയ്തിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, ഒരു ജോബിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസേബിൾ ചെയ്ത് വെക്കാം. പിന്നെ ടാക്സ് അപ്ലിക്കബിൾ ആണോ അല്ലേ, ഈ ഐറ്റത്തിന് ടാക്സ് അപ്ലിക്കബിൾ ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ്, എത്ര ഈ പെർസെൻറ്റേജൊക്കെ ടാക്സിൻ്റെ പെർസെൻറ്റേജൊക്കെ നമുക്ക് മാസ്റ്ററിൽ ടാക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോയിട്ട് സ്റ്റോർ ഐറ്റം ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സ്റ്റോർ ടാക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഓരോ പെർസെൻറ്റേജുകൾ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഐറ്റത്തിന് ടാക്സ് അപ്ലിക്കബിൾ ആണെങ്കിൽ യെസ് കൊടുക്കുക. അതന്നെ എത്ര പെർസെൻറ്റേജ് ആണ്. ഈ SR GST എന്നൊക്കെയുള്ള ലാബിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പേര് നമുക്ക് സ്റ്റോർ GST എന്നാണ് ഉദ്ദേശിക്കുന്നത്, SR GST. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എത്ര പെർസെൻറ്റേജ് ടാക്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻക്ലൂസീവ് ആണോ ടാക്സ് എക്സ്ക്ലൂസീവ് ആണോ, ഈ ഐറ്റം സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് ഇൻക്ലൂഡിങ് ടാക്സ് ആണോ നമ്മൾ ഈ സെല്ലിംഗ് പ്രൈസ് കൊടുക്കുന്നത്, അത് എക്സ്ക്ലൂഡിങ് ടാക്സ് ആണോ. അതായത് ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് മനസ്സിലായിട്ടുണ്ടാവും. ഇൻക്ലൂഡിങ് ആണെങ്കിൽ ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പറയാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് നമ്മുടെ പൈസ ആയിട്ട് കിട്ടുള്ളൂ. എക്സ്ക്ലൂഡിങ് ആണെങ്കിൽ പിന്നെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് പ്ലസ് ടാക്സ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാത്തിനും ടാക്സ് അപ്ലിക്കബിൾ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നോ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യുന്നു. അതോടുകൂടി ആ ഐറ്റം നമ്മളെ രജിസ്റ്ററിൽ വന്നു. ഇനി ഐറ്റത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു ജോബിൻ്റെ മുകളിൽ സർവീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ LCD ഏതൊരു ജോബിനാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ ജോബിൻ്റെ മുകളിൽ നമുക്ക് ഈ ഐറ്റത്തിന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വേണ്ടത് സ്റ്റോറിലേക്ക് സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഐറ്റം രജിസ്റ്റർ ചെയ്യണം. ഇനി പിന്നെ ഒരു പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഒരു പുതിയ ഐറ്റം വരുന്നതെങ്കിൽ ആ പർച്ചേസ് കോളത്തുനിന്ന് നേരിട്ട് ഷോർട്ട് കട്ട് ഉണ്ട് ഈ ഐറ്റം രജിസ്റ്ററിലേക്ക്. അവിടെ പോയാലും ചെയ്യേണ്ട പ്രൊസീജിയർ ഇത് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഐറ്റം രജിസ്റ്റർ.